ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതായിരിക്കും ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബി.ജെ.പിക്കും ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകം ആണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ വീറും വാശിയും ഗ്രൗണ്ടിൽ കാണാം. നാടകീയതയും അനിശ്ചിതത്വവും നിറഞ്ഞ സംഭവബഹുലമായ ദിവസങ്ങളാകും ഇനി അങ്ങോട്ട് ബീഹാർ കാണാൻ പോകുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പോലെയാണ് ബീഹാർ രാഷ്ട്രീയവും അവിടുത്തെ നേതാക്കളും. എപ്പോൾ എവിടേക്ക് തിരിയുമെന്ന് പ്രവചിക്കുക അസാധ്യം. ഇക്കുറി തെരഞ്ഞെടുപ്പിലും അതേ സ്വഭാവം നമുക്ക് കാണാം. ജബ് സമോസ മേം ആലു തബ് ഹേ ബീഹാർ മേം ലാലു. ഒരു കാലത്ത് ബീഹാറിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണിത്. സമൂസയിൽ എന്നുവരെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമോ അത്രയും നാൾ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ഉണ്ടാകും എന്ന അർത്ഥം. എന്നാൽ ഗുണ്ടായിസവും ജാതിയും പണവും വിജയം നിശ്ചയിച്ചിരുന്ന ആ കാലമൊക്കെ പോയി. അടുപ്പെരിയാൻ വഴിയൊരുക്കുന്നവർക്ക് വോട്ട് ചെയ്യുന്ന സ്ത്രീകളും വികസനത്തിന് വോട്ട് ചെയ്യുന്ന യുവാക്കളെയും നമുക്കിന്ന് ബീഹാറിൽ കാണാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സമഗ്ര തീവ്ര പരിഷ്കരണ പ്രക്രിയയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാർ ഇക്കുറി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെട്ടവരും പുതുതായി കൂട്ടിച്ചേർത്തവരും രാഷ്ട്രീയ ബലാബലത്തിൽ എന്തു മാറ്റമാകും വരുത്തുക എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആകാംക്ഷയുണർത്തുന്ന സംഗതിയാണ്. അംഗബലം കൊണ്ടും താഴെത്തട്ടിലെ പ്രവർത്തനം കൊണ്ടും ശക്തമാണ് NDA മുന്നണി. അതേസമയം രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി RJDക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് കോൺഗ്രസ്. ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും നൽകുന്നത് കൈനീട്ടി വാങ്ങുക മാത്രമാണ് രാഹുലിന്റെ വിധി. RJDക്കും കോൺഗ്രസിനും പുറമെ CPIML ലിബറേഷൻ, CPI, CPM എന്നീ ഇടതുകക്ഷികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നത്. എന്നാൽ ഇത്തവണ 3 പാർട്ടികൾ കൂടി ഇന്ത്യ സഖ്യത്തിന്റെ പാളയത്തിലെത്തി. മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, JMM, രാംവിലാസ് പസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പരസ് നേതൃത്വം നൽകുന്ന RLJP എന്നിവയാണത്. സീറ്റ് വിഭജനത്തിൽ ഇക്കുറി കോൺഗ്രസിന് മിണ്ടാൻ കഴിയില്ല. കഴിഞ്ഞ തവണ വിലപേശി വാങ്ങിയ 70 സീറ്റുകളിൽ 19 ഇടത്തു മാത്രം ജയിച്ച കോൺഗ്രസിന്റെ മോശം പ്രകടനമാണ് ഇതിന് കാരണം. പുതിയ 3 പാർട്ടികളുടെ വരവും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം സങ്കീർണമാക്കിയിട്ടുണ്ട്. BJPയും JDUവും കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയാണ് NDAയിലെ 3ാം കക്ഷി. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ LJPയാണ് മുന്നണിയിലെ പുതിയ അംഗം. ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും പുതുതായി സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നിതീഷിനെ മുൻനിർത്തി BJP വികസന രാഷ്ട്രീയം പയറ്റുമ്പോൾ വോട്ട് ചോരിയുമായി ഊരുതെണ്ടുകയാണ് രാഹുലും തേജസ്വിയും. സ്ത്രീകളും യുവാക്കളും ആർക്കൊപ്പം നിൽക്കും എന്നതായിരിക്കും ഇക്കുറി ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ നിർണയിക്കുന്നത്. ബീഹാറിലും നരേന്ദ്രമോദി തന്നെയാണ് താരം. നിതീഷ് കാ നാം മോദി കാ കാം എന്നതാണ് ബീഹാറിൽ NDA മുദ്രാവാക്യം. ജാതി മത സമവാക്യങ്ങൾ ഇത്തവണയും നിർണായകമാകും. പരമ്പരാഗത മുസ്ലിം യാദവ സമവാക്യത്തിനൊപ്പം ദളിത് പിന്നാക്ക പിന്തുണയും നേടാനാണ് RJD ശ്രമം. മുന്നാക്ക വോട്ടുകൾക്കൊപ്പം പട്ടികജാതിയിലെ ഒരു വിഭാഗത്തിന്റെയും കുശ്വാഹ, കുർമി വിഭാഗങ്ങളുടെയും പിന്തുണ നിലനിർത്താനാകുമെന്ന് NDA കണക്കുകൂട്ടുന്നു. ഒപ്പം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം ഗുണമാകുമെന്നും NDA കരുതുന്നു. സ്ത്രീ വോട്ടർമാരാകും ഇത്തവണ ബീഹാറിന്റെ വിധി എഴുതുക. 243 മണ്ഡലങ്ങളിൽ 167 എണ്ണത്തിലും വോട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. സംസ്ഥാനത്തെ 75 ലക്ഷം സ്ത്രീകൾക്ക് കച്ചവടം തുടങ്ങാൻ ധനസഹായമായി 10,000 രൂപ വീതം നിതീഷ് സർക്കാർ അക്കൗണ്ടിൽ എത്തിച്ചു കഴിഞ്ഞു. 1000 രൂപ വീതം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കും പ്രതിമാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 40 സീറ്റുകളിൽ 3500 വോട്ടിന് താഴെയായിരുന്നു പലരുടെയും ഭൂരിപക്ഷം എന്നതിനാൽ ചെറുകക്ഷികൾ പിടിക്കുന്ന വോട്ട് ഏറെ നിർണായകമാകും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയും അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും കളത്തിലുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകനും MLAയുമായ തേജ് പ്രതാപ് ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടിയുമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ജയിച്ചില്ലെങ്കിലും പലരെയും തോൽപ്പിക്കാൻ ഇവരൊക്കെ ധാരാളം. കേന്ദ്രത്തിൽ സഖ്യകക്ഷി ഭരണമായതിനാൽ BJPക്ക് ബീഹാർ ജയിച്ചേ തീരൂ. വോട്ട് ചോരിയടക്കം ചീറ്റി പത്തി മടക്കേണ്ടി വരുമെന്നതിനാൽ കോൺഗ്രസിനും ഈ മത്സരത്തിൽ തോൽക്കാൻ വയ്യ. അതായത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ വരുന്നത് എന്ന് ചുരുക്കം.
എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.